നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 29-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 14-ാം തീയതി ഞായറാഴ്ചയാണ്. ശരിക്ക് ഞായറെന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ദിവസമാണ്, നല്ല ദിവസമാണ്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രം, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ തൃക്കേട്ട അത്ര നല്ലതല്ല. പലതരത്തിൽ തടസ്സവും ബുദ്ധിമുട്ടുകളും അതുപോലെ ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് പോകണം. ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങൾക്കും ഇടപെടരുത്. പ്രത്യേകിച്ച് കേട്ട ചേട്ടന് നല്ലതല്ല. അപ്പോൾ മൂത്ത ആളുകളുമായിട്ട്, അല്ലെങ്കിൽ മൂത്ത ആൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥരാവാം, അല്ലെങ്കിൽ നമ്മൾ പ്രായം ചെന്നവരാവാം, കാരണവന്മാരാവാം. അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം. പലതരത്തിൽ അസ്വസ്ഥത ഉണ്ടാകാൻ ഇടവരുത്തുന്ന ഒരു ദിവസമാണ്. അത് നമ്മൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കൊള്ളൂല എന്നൊരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത്, എല്ലാം മാറ്റി വയ്ക്കേണ്ട ദിവസം തന്നെയാണ്. പക്ഷേ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമ്മളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അത് വളരെ ദോഷപ്രദമായ ഒരു വർഷമല്ല. നിങ്ങൾക്ക് കുറേ നേട്ടഫലങ്ങളെ കൊടുക്കും. സൂര്യൻ പ്രകാശത്തെ അരുളും, നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്ത് തരും, സമ്പത്തിനെ തരും. അപ്പോൾ പല കാര്യങ്ങൾക്ക് തടസ്സം മാറ്റിത്തരും. അത് എന്ത് കാര്യവും ആവാം. നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം മാറ്റി ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരും. ഇതിനെല്ലാം കൊള്ളാവുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. അല്ലാതെ ഇന്നത്തെ ദിവസം നോക്കുമ്പോഴാണ് ദിവസം അത്ര നല്ലതല്ല. അപ്പോൾ ഇന്ന് നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ രാവുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴാണ്. ഇന്ന് രാവുകാല സമയം വരുന്നത് 4:44 തൊട്ട് രാവുകാലം തുടങ്ങും. 4:44 തൊട്ട് തുടങ്ങും. 6:09 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാലം നോക്കി വേണം ഒരു യാത്രയ്ക്കിറങ്ങാൻ. എന്നാൽ നല്ല ദിവസമല്ല, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് രാവുകാലമൊക്കെ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ ഇന്നും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12 മണി മുതൽ 12:52 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 12 മണി മുതൽ 12:52 വരെ അഭിജിത്ത് മുഹൂർത്ത സമയം. എന്ത് ശുഭകാര്യങ്ങളും നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു കാരണവശാലും എടുത്ത് കൂടാത്ത 2 സമയങ്ങളുണ്ട്. യമകണ്ഠ കാലവും ഗുളിക കാലവും. ഇന്ന് ഗുളിക കാല സമയം വരുന്നത് 3:18 തൊട്ട് 4:44 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 12:27 തൊട്ട് 1:52 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവ് കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കപ്പെടാനും ആയിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് കളറോ അല്ലെങ്കിൽ വയലറ്റ് കളറിലുള്ളതോ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ കളറിലുള്ളതോ അല്ലെങ്കിൽ റോസ് കളറിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഒരു നമ്മൾ കുറിയായിട്ടോ എങ്കിലും ശരിക്ക് കളറ് ഇടുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും കഷ്ടതയില്ലാതെ ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.